ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയൊരു എപ്പിസോഡിൽ പ്രവേശിപ്പാനായിട്ട് ദൈവം അവസരം ഒരുക്കി. അതോടൊപ്പം നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യപൂർണവും സമാധാനപൂർണമായ നവവത്സര ആശംസകൾ ഞാൻ നേരുകയാണ്. ഈ പുതിയ വർഷം നിങ്ങൾക്ക് ദൈവം അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഭവങ്ങൾ തന്ന് നിങ്ങളെ മാനിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ മനുഷ്യരൊക്കെ എപ്പോഴും കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിക്കാൻ ഉത്സാഹമുള്ളവരാണ് അല്ലേ? അനുഭവങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. നമ്മുടെ അറിവിൻ്റെ ആരംഭം ഒന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കും അല്ലേ? കുടുംബാംഗങ്ങൾ നമ്മളൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ചെറുത് പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാറുണ്ട്. നമ്മുടെ അധ്യാപകരിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാറുണ്ട്. സഹപാഠികളിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നു വരും. അതുപോലെ ആത്മീയ നേതാക്കളിൽ നിന്ന്, സാമൂഹിക പ്രവർത്തകരിൽ നിന്ന്, മോട്ടിവേഷൻ നൽകുന്ന ആളുകളിൽ നിന്ന്, അങ്ങനെ നമുക്ക് ചുറ്റുപാടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, നമ്മളത് ആ അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ അങ്ങനെ ലഭിക്കുന്ന അറിവുകളൊക്കെ നമുക്ക് നന്മയുള്ള നല്ല കാര്യമാണ്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ആദ്യകാലത്തെ മനുഷ്യരൊന്നും ഓരോ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ടൊന്നുമല്ല ഡിഗ്രി എടുത്ത് അറിവ് നേടിയത്. അവർ ചുറ്റുപാടുകളുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് അവർ പല കാര്യങ്ങളും പഠിച്ചെടുത്തത്. ചിലത് അബദ്ധത്തിൽ സംഭവിച്ചാണ്. ഇപ്പോൾ അതിൽ നമ്മൾ ചില പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യം മനുഷ്യരുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ചരിത്രങ്ങൾ പറയുന്നതാണ് അവർക്ക് ഭക്ഷണം വേവിച്ചതിനെ അവർക്ക് അറിയില്ലായിരുന്നു പറഞ്ഞത്. അവർ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് പച്ചയ്ക്ക് അത് ഭക്ഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ കാട്ടിൽ തീ പിടിക്കുന്നത് എങ്ങനെയാണ്? വൻമരങ്ങൾ തമ്മിൽ കാറ്റത്ത് കൂട്ടി വരയുമ്പോൾ, അല്ലെങ്കിൽ പാറക്കഷ്ണങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ വരയുമ്പോൾ അങ്ങനെ തീ പിടിച്ചൊക്കെ ഒരു പ്രാവശ്യം കാട് കത്തിയത്രേ. ആ തീയിൽ പല മൃഗങ്ങളും വെന്ത് കിടന്നു, തീയാൽ ചത്ത് വെന്തിരിഞ്ഞു. മനുഷ്യൻ പോയിട്ട് അതിനെ പൊളിച്ച് തിന്നുമ്പോൾ നല്ല രുചിയുണ്ട്. അത് ഇന്നലെ വരെ പച്ചയ്ക്ക് തിന്ന ഇറച്ചിയേക്കാൾ രുചിയുണ്ട് വെന്തിരിക്കുന്നതായ ഈ ഇറച്ചി തിന്നപ്പോൾ. ഓരോ സാഹചര്യത്തിൽ അവരിന്ന് പഠിച്ചു ഭക്ഷണം കുറച്ചും കൂടെ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടെന്ന് അവർ പഠിക്കേണ്ട എത്തിയിരുന്നു. അല്ലാണ്ട് ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രവർത്തനത്തിൽ പോയി ക്ലാസ് എടുത്തിട്ടാണോ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങിയതല്ല. അപ്പോൾ അവർ ചുറ്റുപാടിൽ പല കാര്യങ്ങളും പഠിക്കേണ്ട എത്തിയിരുന്നു. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും കണ്ടും കേട്ടും പഠിക്കാൻ മടിക്കുന്നവരാണ്. ഇവിടെ പറയുക ഉറുമ്പിനെ കണ്ടുപിടിക്കാനായിട്ട്. ഉറുമ്പ് നമുക്കറിയാം ചെറിയ ജീവിയാണല്ലേ, നമ്മൾ കാലുകൊണ്ട് ചവിട്ടിയ ചതഞ്ഞറിഞ്ഞ ജീവിയാണ്. പക്ഷേ അതിനെ കണ്ടുപിടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു ഉറുമ്പിനെ ശ്രദ്ധിച്ച് നോക്കി, അത് ചെറിയ ജീവിയാണെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ കഠിനാധ്വാനം, പരസ്പര സ്നേഹം, പരസ്പരം സഹായിക്കാനുള്ളതായ മനസ്ഥിതി, ഐക്യത, ഇത് നമുക്ക് കാണാൻ കഴിയാം ഉറുമ്പിനെ പിടിച്ചു നോക്കിയാൽ. നമുക്കില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ആ ഒരു ചെറിയ ജീവിയായ ഉറുമ്പിൽ നിന്ന് പഠിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്കിനിയുള്ള നാളുകളൊക്കെ ലഭിക്കുന്ന അറിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സന്തോഷപൂർണ്ണമായ രീതിയിൽ, സമാധാനപൂർണ്ണമായ രീതിയിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറ്റുള്ളവർക്ക് നമുക്ക് ഈ കിട്ടുന്ന പുതുവർഷം മറ്റുള്ളവർക്ക് സഹായകരമായ രീതിയിൽ വളരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട്, നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട്, നമ്മൾ ഉയർച്ച പ്രാപിക്കാനായിട്ട് സമർപ്പിച്ച് നമുക്ക് ഇതൊരു പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനം നന്ദിയോടൊപ്പം തന്നെ ഇനിയുള്ള നാളുകളിലും നിങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പുതുവർഷത്തിൽ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളേക്കാൾ അധികമായിട്ട് നന്മകൾ പ്രാപിക്കട്ടെ, അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. നിങ്ങളാൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ലഭിക്കട്ടെ, നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രോത്സാഹനമായി തീരട്ടെ. എല്ലാ നന്മകളാലും ദൈവം ഈ വർഷങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്തതിന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.